കൈരളി ന്യൂസ് എക്സ്ക്ലൂസീവ് ബിഗ് ബ്രേക്കിംഗ്. സ്വർണ്ണക്കടത്തുകാരുമായി തനിക്ക് ബന്ധമില്ലെന്ന MK മുനീറിന്റെ വാദങ്ങൾ പൊളിയുന്നു. സ്വർണ്ണക്കടത്തുകാരുമായി കൈകോർത്ത് പദ്ധതി. മുനീറിന്റെ അമാന എംബ്രേസ് പദ്ധതിയിലെ ഗവേണിംഗ് ബോഡിയിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധമുള്ള കൂടുതൽ പേർ. കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിൽ കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകിയ OK അബ്ദുസലാമും ഗവേണിംഗ് ബോഡിയിൽ. സജീവ ലീഗ് പ്രവർത്തകനാണ് സലാം. 2021 പ്രമാദമായ കരിപ്പൂർ കേസിൽ സലാമിന് നിർണായക പങ്കെന്നാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. കസ്റ്റംസിന്റെ ഷോക്കോസ് നോട്ടീസ് കൈരളി ന്യൂസ് പുറത്തുവിടുകയാണ്. വിവരങ്ങളുമായി PV കുട്ടനാണ് നമ്മളോടൊപ്പം ചേരുന്നത്. വളരെ പ്രധാനപ്പെട്ട വാർത്ത. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിന്റെ നിർണായക വാർത്ത ആദ്യമായി കൈരളി ന്യൂസ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അബുലൈസ് എന്ന് പറയുന്ന കൊഫെപ്പോസ നിയമപ്രകാരം ശിക്ഷിക്കപ്പെട്ട സ്വർണ്ണക്കടത്ത് പ്രതിയുമായി ബന്ധമുണ്ട് എന്ന വാർത്തയാണ്, മുനീറിന് ബന്ധമുണ്ട് എന്ന വാർത്തയാണ് നമ്മളന്ന് പുറത്തുവിട്ടത്. അത് വലിയ ചർച്ചയാകുന്നു. ഇന്നലെ മാധ്യമപ്രവർത്തകർ ഈ ചോദ്യം MK മുനീറിനോട് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഈ അബുലൈസിന്റെ പേരിൽ സ്വർണ്ണക്കടത്ത് കേസൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുകയായിരുന്നു MK മുനീർ ചെയ്തത്. തനിക്ക് ഒരു സ്വർണ്ണക്കടത്തുകാരനുമായി ബന്ധമില്ല എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഇപ്പോൾ പുതിയ വിവരങ്ങൾ പുറത്തു വരികയാണ്. ഈ അമാന എംബ്രേസിംഗ് എന്ന് പറയുന്ന ഈ പദ്ധതിയിൽ അതിൻ്റെ ഗവേണിംഗ് ബോഡിയിൽ കൂടുതൽ സ്വർണ്ണക്കടത്ത് കേസ് പ്രതികളുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. കസ്റ്റംസ് ഷോക്കോസ് നോട്ടീസ് നൽകിയ OK അബ്ദുസലാമും ആ ഗവേണിംഗ് ബോഡിയിൽ ഉണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2021 പ്രമാദമായ കരിപ്പൂർ കേസിൽ നിർണായക പങ്കുണ്ട് എന്ന് കസ്റ്റംസ് കണ്ടെത്തിയ വ്യക്തിയാണ് ഈ OK അബ്ദുസലാം. വിവരങ്ങളുമായി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. മനു, ഗുഡ് മോർണിംഗ്. കുട്ടൻ, MK മുനീറിന്റെ എല്ലാ അവകാശവാദങ്ങളും എല്ലാ ന്യായീകരണങ്ങളും പൊളിയുന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. ഈ അമാന എംബ്രേസിംഗ് എന്ന് പറയുന്ന മുനീർ ആസൂത്രണം ചെയ്ത ഈ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയിൽ സ്വർണ്ണക്കടത്തുകാരുടെ കൂടുതൽ പങ്കാളിത്തമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. 2021 കരിപ്പൂർ കേസിൽ പ്രധാന പങ്കുണ്ടെന്ന് കസ്റ്റംസ് കണ്ടെത്തിയ OK അബ്ദുസലാം അതിൻ്റെ ഗവേണിംഗ് ബോഡിയിൽ ഉണ്ട് എന്ന വിവരം കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അപ്പോൾ അബുലൈസ് മാത്രമല്ല, അതിനപ്പുറത്തേക്കുള്ള കൂടുതൽ പേരുകളും ഈ പദ്ധതിയിൽ സജീവമായി ഇടപെടുന്നു. മനു, കഴിഞ്ഞ ദിവസം, അതായത് ഈ MK മുനീറിൻ്റെ വളരെ പ്രധാനപ്പെട്ട MK മുനീറിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വളരെ പ്രസ്റ്റീജ് പദ്ധതി എന്ന് അദ്ദേഹം തന്നെ അവകാശപ്പെടുന്ന അമാന എംബ്രേസ് പദ്ധതിയുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കടത്തുകാർക്കുള്ള ബന്ധം കഴിഞ്ഞ ദിവസമാണ് കൈരളി ന്യൂസ് വാർത്ത പുറത്തുവിട്ടത്. അത് പിന്നീട് വലിയ രീതിയിൽ കേരളത്തിൽ ചർച്ചയായിരുന്നു. വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉൾപ്പെടെ അതിനകത്ത് വന്നിരുന്നു. അതിനകത്ത് നമ്മൾ പ്രധാനമായും ആ ഘട്ടത്തിൽ കൊണ്ടുവന്ന വാർത്ത എന്നുള്ളത് അബുലൈസ്, കൊഫെപ്പോസ നിയമപ്രകാരം ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് തടവിൽ കഴിഞ്ഞ അബുലൈസാണ് MK മുനീർ ചെയർമാനായ ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട സംഘാടകൻ. ഗവേണിംഗ് ബോഡിയിലെ പ്രധാനപ്പെട്ട ഒരു അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നത് അബുലൈസാണ്. ഈ പദ്ധതിയെപ്പറ്റി ഒന്നുകൂടി വിശദീകരിക്കാം. അതായത് കൊടുവള്ളി മണ്ഡലത്തിൽ നിന്നും ദുബായിലേക്ക് ജോലി തേടി പോകുന്ന വിസിറ്റിംഗ് വിസയിലെത്തുന്നവരെ 2 മാസത്തേക്ക് താമസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു താമസ സൗകര്യം അവിടെ ഏർപ്പെടുത്തും എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശ ലക്ഷ്യം. അപ്പോൾ അന്ന് MK മുനീർ തന്നെ 2023 ഈ പദ്ധതി ആരംഭിക്കുന്നത്. MK മുനീർ തന്നെ അന്ന് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്ന വീഡിയോ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കൈരളി കാണിച്ചതാണ്. അതിനകത്ത് അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, അമാന ഗ്രൂപ്പുമായി കൈകോർത്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അതിനകത്ത് ചെയർമാനായി MK മുനീർ MLA, ജനറൽ കൺവീനർ അമാന ഇക്ബാൽ, അമാന ഗ്രൂപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയായ അമാന ഇക്ബാലാണ് അതിൻ്റെ ജനറൽ കൺവീനർ. ബാക്കി 11 അംഗങ്ങളാണ് അതിനകത്തുള്ളത്. അതിൽ സുഫിയാൻ അലി, റഫീഖ് അമാന, ഷുഹൈബ് അമാന, അബുലൈസ്, OK സലാം, CK നാസിർ, സിദ്ദിഖ് വാവാട്, ഷമീം പന്നൂർ, നസറുള്ള വട്ടോളി, സയ്യിദ് സഖാഫി വെണ്ണക്കോട്, മുഹമ്മദ് അലി പരപ്പൻപോയിൽ എന്നിങ്ങനെ 11 പേരാണ് അതിൻ്റെ ഗവേണിംഗ് ബോഡിയിലുള്ളത്. അതായത് ഈ പദ്ധതിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഗവേണിംഗ് ബോഡിയാണ്. അപ്പോൾ ഇതിനകത്ത് അബുലൈസ് വന്നതുമായി ബന്ധപ്പെട്ട വാർത്തയായിരുന്നു കൈരളി ന്യൂസ് ആദ്യം പുറത്തുവിട്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ആദ്യ ദിവസം MK മുനീറിൻ്റെ പ്രതികരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട സംഘാടകരോട് ഈ പദ്ധതിയുടെ സംഘാടകരോട്, അതിൻ്റെ വൈസ് ചെയർമാൻ ഉൾപ്പെടെയുള്ള നസീഫ് കൊടുവള്ളി ഉൾപ്പെടെയുള്ള യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരോട്, നേതാക്കളോട് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം ചോദിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് വിദേശത്തേക്ക് വളരെ സതുദ്ദേശത്തോടു കൂടി വിദേശത്തേക്ക് പോകുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യമാണ്. അവിടെ താമസിക്കുകയും അതിൻ്റെ ഒരു ഗൈഡ് ലൈൻസ്, ജോലി ലഭിക്കുന്നതിനുള്ള ഗൈഡ് ലൈൻസ് നൽകും. അങ്ങനെ 100-ലധികം പേർ, കൊടുവള്ളിയുടെയും പരിസര പ്രദേശങ്ങളിലെയും 100-ലധികം പേർ അവിടെ അങ്ങനെ ജോലി നേടിയിട്ടുണ്ടെന്നാണ് നസീഫ് ഉൾപ്പെടെ നമ്മളോട് പറഞ്ഞത്.
ഒരുപക്ഷെ അത് യാഥാർത്ഥ്യമായിരിക്കാം. പക്ഷേ അതേ സമയത്ത് തന്നെ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഈ ഉദ്ദേശശുദ്ധി ചോദ്യം ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി അതിനകത്ത് പ്രധാന സംഘാടകനായി വന്നു എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ MK മുനീർ വളരെ കൃത്യമായ ഒരു വിശദീകരണം നൽകിയിരുന്നു. ഈ പറയുന്ന അബുലേസിനെ പൂർണ്ണമായും ന്യായീകരിച്ചുകൊണ്ടാണ് MK മുനീറിൻ്റെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലെ പ്രതികരണങ്ങൾ ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞത് കൊടുവള്ളിയെ കേന്ദ്രീകരിച്ചുകൊണ്ട്, കൊടുവള്ളി എന്ന് പറയുന്നത് ഒരു UDFൻ്റെ തുരുത്താണ്, അതിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള അതിനെ മറ്റൊരു രീതിയിലേക്ക് ചിത്രീകരിക്കുന്നതിനുള്ള ആസൂത്രിതമായ നീക്കങ്ങൾ നടക്കുകയാണ്. അതുകൊണ്ടാണ് ഇത്തരമൊരു വാർത്തകളും പ്രതികരണങ്ങളും ഒക്കെ വരുന്നത്. അല്ലാതെ സ്വർണ്ണക്കടത്തുകാരുമായി തനിക്കൊരു ബന്ധവുമില്ല. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ വളരെ വിചിത്രമായൊരു കാര്യം, അബുലൈസിൻ്റെ കേസൊക്കെ പഴയ കേസാണെന്നാണ്. അതായത് അബുലൈസ് കേസിലുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അറിയാമായിരുന്നു കൊഫേപ്പോസ പ്രകാരം തടവിൽ ശിക്ഷിക്കപ്പെട്ട ആളാണ് അബുലൈസ് എന്ന് MK മുനീറിന് അറിയാം എന്ന് ഇന്നലെ അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്നും വ്യക്തമാണ്. അബുലൈസിനെ പൂർണ്ണമായും അദ്ദേഹം ന്യായീകരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം നടത്തുന്നത്. അപ്പോഴാണ് OK സലാം ഇതിനകത്ത് 5ാമത്തെ നമ്പർ പേരുകാരൻ, അതായത് ഈ ഗവേണിംഗ് ബോഡിയിലെ 5ാമത്തെ നമ്പർ പേരുകാരൻ എന്നുള്ളത് OK സലാമാണ്. അദ്ദേഹം സ്വർണ്ണക്കടത്തുമായി വലിയ ബന്ധമുണ്ട് എന്ന് നേരത്തെ തന്നെ പുറത്തു വന്ന വ്യക്തിയാണെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. കസ്റ്റംസിൻ്റെ ഷോക്കോസ് നോട്ടീസിന് ഉൾപ്പെടെ പകർപ്പാണ് ഇപ്പോൾ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് 2021 പ്രമാദമായ കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസ് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ ഒരു അപകടം നടക്കുകയും 5 പേർ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. അന്നതൊരു സ്വാഭാവിക അപകടം എന്നാണ് ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നത്. പക്ഷേ ഇത് സ്വർണ്ണം പൊട്ടിക്കൽ ടീമും സ്വർണം കടത്തുന്ന ടീമും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിൻ്റെ ഭാഗമായി അവിടെ എത്തിയ ഘട്ടത്തിലാണ് ഈ ഒരു അപകടം നടന്നതെന്നും അതുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ അന്വേഷണം കസ്റ്റംസും പോലീസും ഒക്കെ നടത്തുന്നുണ്ട്. ആ കേസിനകത്ത് നിർണായക പങ്കുള്ള ആളാണ് OK സലാം എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ കേസിനകത്ത് കസ്റ്റംസ് സലാമിന് ഷോക്കോസ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അദ്ദേഹം അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്ന് ആ നോട്ടീസിനകത്തുണ്ട്. കാരണം ഈ ഇത്തരം നോട്ടീസ് നൽകിക്കൊണ്ടാണ്, അതായത് ഈ കരിയറിനെ ഈ സ്വർണം കടത്തുന്ന ആൾക്കാരെയാണ് ഒന്നാം പ്രതിയായി ചേർക്കുക. അവരുടെ മൊഴിപ്രകാരം ആണ് പിന്നീടുള്ള ആൾക്കാരെ പ്രതി ചേർക്കുന്നതും. ആരാണ് ഇതിൻ്റെ ഇൻവെസ്റ്റർ, ഗോൾഡ് ആരാണ് കൊടുത്തതെന്ന് സംബന്ധിച്ച വിവരങ്ങളൊക്കെ കസ്റ്റംസ് ശേഖരിക്കും. അങ്ങനെയുള്ള അന്വേഷണത്തിൽ OK സലാമിന് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ടെന്ന നിർണായകമായ വിവരങ്ങളാണ് കസ്റ്റംസിന് ലഭിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഘട്ടത്തിൽ കസ്റ്റംസിൻ്റെ കൊച്ചി യൂണിറ്റ്, രേഖകൾ ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട്, കസ്റ്റംസിൻ്റെ കൊച്ചി യൂണിറ്റ് ഇത്തരത്തിൽ ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ കേസിനകത്ത് വളരെ പ്രധാന പങ്ക് വഹിച്ചത് സലാമാണെന്നും ആ നോട്ടീസിനകത്ത് പറയുന്നുണ്ട്. സലാമിൻ്റെ മറ്റൊരു രാഷ്ട്രീയ പശ്ചാത്തലം എന്നുള്ളത് അദ്ദേഹം കൊടുവള്ളിയിലെ സജീവ ലീഗ് പ്രവർത്തകനാണ്. പക്ഷേ കേസുള്ളത് കൊണ്ടായിരിക്കാം ഇപ്പോൾ ഞങ്ങൾ ഇന്നലെയൊക്കെ കസ്റ്റംസിൻ്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് സലാമിനെ നിരന്തരം കസ്റ്റംസ് ബന്ധപ്പെടുന്നുണ്ടെങ്കിലും സലാം കസ്റ്റംസിന് മുന്നാകെ, അന്വേഷണ സംഘത്തിന് മുന്നാകെ ഹാജരാകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹം നാട്ടിലേക്ക് ഔദ്യോഗികമായ രേഖകളിൽ നാട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിലും നാട്ടിലെത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവും നാട്ടിലെത്താറുണ്ട് എന്നുള്ള വിവരവും കസ്റ്റംസിനുണ്ട്. അപ്പോൾ അദ്ദേഹം സജീവ ലീഗ് പ്രവർത്തനമാണ്. അതോടൊപ്പം തന്നെ ദുബായിലെ KMCCയുടെ, അതായത് ലീഗിൻ്റെ പ്രവാസ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഘടനയാണ് KMCC, അതിൻ്റെ പ്രധാനപ്പെട്ട സംഘാടകൻ കൂടിയാണ്. ആ ഒരു ലേബലിലാണ്, KMCCയുടെ ഭാരവാഹി എന്ന ലേബലിലാണ് കൊടുവള്ളിയിലെ ഈ പദ്ധതിയുടെ ഗവേണിംഗ് ബോഡിയിലേക്ക് അദ്ദേഹം വന്നത് എന്നാണ് ഔദ്യോഗികമായി ലീഗ് നേതൃത്വം നൽകുന്ന വിശദീകരണം. പക്ഷേ ഏതായാലും വളരെ ദുരൂഹമായ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മനു.